ഞാനിന്ന് നിങ്ങളെ കാണണ്ടെന്ന് വെച്ചാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ടപ്പോൾ നിങ്ങളോട് തുടങ്ങി നിങ്ങളെ കാണണമെന്ന് തോന്നി. മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് സംരക്ഷിക്കുകയാണ് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചത്. ബാക്കിയുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് വേണം വേണ്ടത് ചെയ്യാൻ എന്നെല്ലാം അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഉപദേശത്തിന് നന്ദി. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ ഒരു പരാതിയില്ല, ഒരു FIR ഇല്ല, ഒരു കേസുമില്ല. പക്ഷെ ധാർമ്മികതയുടെ പേരിൽ, സ്ത്രീത്വത്തോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ ഞങ്ങൾ നടപടിയെടുത്തു. ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ നടപടിയെടുത്ത് ഞങ്ങൾ മാറ്റി നിർത്തി. എന്റെ നേരെ വിരൽ ചൂണ്ടിയ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ബാക്കി 4 പേരിലും അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്കാണ് ചൂണ്ടിയിരിക്കുന്നത്. ആരാണ് ഈ മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്? ലൈംഗിക അപവാദ കേസിൽപ്പെട്ട 2 പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട്. CPM-ലെ ഏറ്റവും സീനിയർ നേതാവ് ആരോപണം ഉന്നയിച്ച, പരാതി കൊടുത്ത കേസിലെ പ്രതിയാകേണ്ട അത് പോലീസിന് കൊടുക്കാതെ അത് പാർട്ടി കോടതിയാക്കി മാറ്റി ആളെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെയുണ്ട്. ആ സീനിയർ നേതാവ് പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. വളരെ മുതിർന്ന നേതാവ്, എല്ലാവരും ബഹുമാനിക്കപ്പെട്ടിരുന്ന നേതാവ്. ഈ പരാതി കൊടുത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആരോപണം ഉന്നയിച്ച ആളെ തൊട്ടടുത്ത് ചേർത്തിരുത്തി. ഞാൻ ആരുടെയും പേരൊന്നും പറഞ്ഞു, എല്ലാവരുടെയും പേര് നാട്ടിലെ എല്ലാവർക്കും അറിയാം. അതുപോലെ ഇപ്പോ അദ്ദേഹത്തിന് കൈവക്കുന്ന ഒരു MLA നിയമസഭയിൽ റേപ്പ് കേസിലെ പ്രതിയാണ്. ബലാത്സംഗ കേസ് ആരാ ചാർജ് ചെയ്തത്? ഇദ്ദേഹത്തിന്റെ പോലീസ് ചാർജ് ചെയ്ത കേസിലെ പ്രതിയാണ്. ആരാ സംരക്ഷിക്കുന്നത്? എന്ത് നടപടിയെടുത്തത്? ഒരു നടപടിയെടുത്തില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവം എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അതായത് അദ്ദേഹം കൊച്ചായിരുന്നപ്പോ എന്തോ നടന്ന സംഭവത്തെ പോലെയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവം എന്ന് പറഞ്ഞു. അതിന് സംരക്ഷണം കൊടുക്കുന്ന ആരാ? പോലീസ് എടുത്തേക്കുന്ന കേസാണ്, റേപ്പ് കേസ് അല്ലേ? അതിനാരാ സംരക്ഷണം കൊടുത്തിരിക്കുന്നത്? അതിന് സംരക്ഷണം കൊടുത്തിരിക്കുന്നയാൾ മുഖ്യമന്ത്രി. പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അവതാരം വന്നല്ലോ, ഒരു അവതാരം ഇല്ലേ? ആ അവതാരം വന്നപ്പോ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആരുടെ കൂടെയായിരുന്നു? സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി. അതായത് വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്ന് വെച്ചാൽ പോലും മുഖ്യമന്ത്രി ഒപ്പിട്ടു കൊടുക്കുമെന്ന് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ ആള്. അദ്ദേഹം വൈകുന്നേരമായ എവിടെയായിരുന്നു? മുഖ്യമന്ത്രി അന്വേഷിച്ചിട്ടുണ്ടോ? വൈകുന്നേരമായ ഇന്റലിജൻസ്, പോലീസ്, ക്രൈംബ്രാഞ്ച് അല്ലെ, സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈംബ്രാഞ്ച് അല്ല സ്പെഷ്യൽ ബ്രാഞ്ച്, എന്തെല്ലാം സംവിധാനമാണ് മുഖ്യമന്ത്രിക്ക്? ഏറ്റവും അടുത്തയാൾ, അമിതാധികാരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നയാൾ വൈകുന്നേരമായ എങ്ങോട്ടാ പോയിരുന്നത്? ആ അവതാരം എത്ര CPM നേതാക്കൾക്കെതിരായി ആരോപണം ഉന്നയിച്ചു? എത്ര CPM നേതാക്കൾക്കെതിരായി, മന്ത്രിമാർക്കെതിരായി, സ്പീക്കർക്കെതിരായി, എത്ര പേർക്കെതിരായി? അപ്പോ അവർക്കെതിരെ ഒരു കേസ് എടുത്തോ? ഒരു ഡിഫമേഷൻ കേസ് അവർക്കെതിരെ കൊടുത്തോ? ഇവരാരെങ്കിലും കൊടുത്തില്ലല്ലോ. ഈ പറയുന്ന പരാതിയുടെ പുറത്ത് ആർക്കെങ്കിലും ഇതിനൊരു കേസെടുത്തോ? അവർക്കെതിരായി പാർട്ടി, ഇദ്ദേഹത്തിന്റെ പാർട്ടി, ഇദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറായ പാർട്ടി ഒരു നടപടിയെടുത്തോ? നടപടിയെടുത്തില്ല. വേറൊരു MLA-യുടെ വാട്സാപ്പ് സന്ദേശം, അപ്പൊ വാട്സാപ്പിനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത്. വേറൊരു MLA-യുടെ, സീനിയർ MLA-യുടെ, ഒരു മുൻ മന്ത്രിയുടെ വാട്സാപ്പ് സന്ദേശം 2-2.5 കൊല്ലമായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു നടപടി എടുത്തോ പാർട്ടി? ഒരു നടപടി പാർട്ടി ചോദിച്ചോ? ഒരു വിശദീകരണം ചോദിച്ചോ? ഒരു വിശദീകരണവും അദ്ദേഹം ചോദിച്ചില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ അവതാരം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ആളുമായി ബന്ധപ്പെട്ട് 100 ദിവസം ജയിലിൽ പോയി, പിന്നെ തിരിച്ചു വന്ന് പിന്നെയും ജയിലിൽ പോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലായി ഈ ഏർപ്പാട് മുഴുവൻ.
ഈ ഏർപ്പാട് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. എന്നിട്ട് ഒരു പരാതിയില്ലാതെ FIR ഇല്ലാതെ ഉള്ള കേസിൽ ധാർമ്മികതയുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിച്ച ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത്രയും പേരെ സംരക്ഷിച്ച് ഇന്ത്യയിലുണ്ടാവില്ല ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനെ പോലെ. ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇതുപോലെ സംരക്ഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലില്ല. എന്നിട്ട് ഒന്ന് പറയാണ് പ്രതിപക്ഷ നേതാവ്. അതാ ഞാൻ പറഞ്ഞത്, ചങ്കിലേക്കാണ് 4 വിരല് അദ്ദേഹത്തിന്റെ. എനിക്ക് നേരെ ഒരു വിരൽ ചൂണ്ടിയപ്പോ 4 വിരല് സ്വന്തം ചങ്കിലേക്കാണ്. ഇതിലേക്കൊന്നും മറുപടി പറ, ഇതിനുണ്ടെങ്കിൽ മറുപടി പറ. ചോദിക്കുന്നതിനൊന്നും മറുപടി പറയില്ലല്ലോ. ഒരു ഷെയ്ഡി ക്യാരക്ടർ, കളങ്കിത വ്യക്തിത്വം വന്ന് മദ്രാസിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ഹവാലയും റിവേഴ്സ് ഹവാലയും നടത്തി മന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് വരെ നേതാക്കന്മാരുടെ അക്കൗണ്ടിലേക്ക് വരെ പണം അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിയുടെ മകനുമായുള്ള തെറ്റായ വഴികളിലൂടെയുള്ള ബന്ധത്തെക്കുറിച്ച് ആരോപണം വന്നിട്ട് ചെറുവിരലെനിക്ക് ഈ മുഖ്യമന്ത്രി ചോദിച്ചപ്പോ പറഞ്ഞ് എന്തോ പറഞ്ഞങ്ങ് ഒഴിഞ്ഞു കളഞ്ഞു. ഒരു മറുപടി പോലും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആ കാര്യത്തിൽ പറഞ്ഞില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട, ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് നോക്കിയാൽ, കണ്ണാടിയിൽ നോക്കിയാൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ എത്ര പേരെയാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത്, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നതല്ല ആരാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യമാവും. കണ്ണാടി നോക്കണം. കണ്ണാടി നോക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇത് പറ്റുന്നത്, ബാക്കിയുള്ളവർക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത്. അതുപോലെ ഈ ഗവൺമെന്റിന്റെ ചില തെറ്റായ കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഹവാല, റിവേഴ്സ് ഹവാല, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടപടിയെടുത്തിട്ടും വീണ്ടും സമരവുമായി CPM-കാർ ഇറങ്ങിയിരിക്കുന്നത്. ആണല്ലോ ഇന്ന് വന്ന ഗുരുതരമായ ഒരു ആരോപണം. എന്താ? 108 ആംബുലൻസുമായി ബന്ധപ്പെട്ട് 2019 ഒരു കരാർ കൊടുത്തു ഒരു കമ്പനി, GVK EMRI എന്ന് പറഞ്ഞ കമ്പനി. ടെൻഡർ ഉണ്ടായില്ല, ഒരു സിംഗിൾ ടെൻഡർ ആയില്ല. 517 കോടി രൂപ. ഇപ്പൊ 5 കൊല്ലം കഴിഞ്ഞപ്പോ പുതിയ ടെൻഡർ വെക്കേണ്ടി വന്നു. ഇപ്പൊ കോമ്പറ്റേറ്റീവ് ടെൻഡർ. ആ ടെൻഡർ വന്നപ്പോ ഇവരുടെ എമൗണ്ട് 293 കോടി രൂപയായിട്ട്. അതായത് അന്ന് 316 ആംബുലൻസ് ഉണ്ടായല്ലോ, ഇപ്പൊ 335 ആംബുലൻസ് ആയി. ആംബുലൻസ് കൂടി. അന്ന് ഡീസൽ വില 66 രൂപയാണ്, ഇപ്പൊ 97 രൂപയാണ്. അന്നത്തെ സ്പെയർ പാർട്സിന്റെ വിലയേക്കാൾ ഇന്നത്തെ സ്പെയർ പാർട്സിന്റെ വിലയേക്കാൾ അന്നത്തെ സ്പെയർ പാർട്സിന്റെ വില 40% കുറവാണ്. എന്നിട്ട് സിംഗിൾ ടെൻഡറിൽ 517 കോടി ആംബുലൻസ് കൊടുത്തു. അപ്പൊ ഇപ്പൊ കുറവ് എത്രയാ? 224 കോടി കുറവ് കോമ്പറ്റേറ്റീവ് ടെൻഡർ വന്നപ്പോ. അപ്പൊ മനസ്സിലായില്ലോ, അന്ന് ഇതിന്റെ പകുതി പൈസ മതി. അന്ന് നടത്ത ചെലവ് കുറവാ, ഇതിനേക്കാൾ കുറവ് ആംബുലൻസാ. അപ്പൊ ആ പണം എവിടെ പോയി? ആ പണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇപ്പോഴും ഈ ടെൻഡർ പോലും എമൗണ്ട് ചോർന്നു പോയി എന്നുള്ളൊരു ആരോപണമുണ്ട്. ടെൻഡറിന്റെ എമൗണ്ട് ഓരോരുത്തർ കോട്ട് ചെയ്തിരിക്കുന്നു. ഈ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി വീണ്ടും ആ ടെൻഡറിലെ തുക മറ്റുള്ളവർ കോട്ട് ചെയ്തത് ചോർത്തിയിട്ടാണ് എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. ഇതിനൊക്കെ മറുപടി പറയണം. മറുപടി പറയാതെ പോകാൻ പറ്റില്ല. പിന്നെ പറഞ്ഞ 6.5 പതിറ്റാണ്ടായി ഉള്ള എല്ലാ ഭൂമി പ്രശ്നത്തിനും പരിഹാരമാണ്. ഭൂപതിവ് ചട്ടം വന്നു, പുതിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. എന്താ ഭൂപതിവ് ചട്ടത്തിൽ പറയുന്നത്? 2024 ജൂൺ വരെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പട്ടയ ഭൂമിയിലെ ക്രമവൽക്കരിച്ചു കൊടുക്കും. എന്തായാലും കണ്ടീഷൻ 1500 സ്ക്വയർ ഫീറ്റിന് മീതെ ഉള്ളത് ഫീസ് ഈടാക്കും. എന്തിനാ ഫീസ് ഈടാക്കുക? നേരത്തെ തന്നെ പ്രൊസീജിയർ അനുസരിച്ച് കെട്ടിട നിർമ്മാണത്തിന് നമ്പർ ഇട്ട ആളുകളെ പൈസ അടച്ച് അവരെ നിന്ന് വീണ്ടും പൈസ ഈടാക്കും. മാത്രമല്ല 2024 ജൂൺ വരെയാണ് ഇത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നിർമ്മാണ പ്രവർത്തനം നടത്തിയവരെ കുറിച്ച് ഒരു സൂചനയില്ല. ഇനി വരാനുള്ള കാലത്ത് നിർമ്മാണ പ്രവർത്തനം ആ ഭൂമിയിൽ നടത്തിയാൽ അത് ക്രമവൽക്കരിക്കും എന്നൊരു വാർത്തയിൽ. സത്യത്തിൽ ഈ ഭൂപതിവ് ചട്ടം കൊണ്ട് ഒരു പ്രാവശ്യം ഫീസ് മേടിച്ചവരുടെ കയ്യിൽ വീണ്ടും ഫീസ് മേടിക്കുന്ന അധർമ്മമാണ് ചെയ്യുന്നത്. 2, ഈ ഭൂമി പ്രശ്നത്തെ ഈ ഗവൺമെന്റ് ഒന്നുകൂടി സങ്കീർണമാക്കി. വീണ്ടും അനിശ്ചിതത്വമാണ്.
വീണ്ടും സങ്കീർണമാക്കി. അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം എന്ന് ഞങ്ങൾ അതിശക്തിയായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പിന്നെ അയ്യപ്പസ്വാമിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അയ്യപ്പസ്വാമിയോടുള്ള സ്നേഹം കണ്ടപ്പോൾ എനിക്ക് പോലും എന്റെ ഭക്തി കൂടി. ശബരിമലയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോ ഇതല്ലല്ലോ പണ്ട് പറഞ്ഞത്. പണ്ട് എന്തെല്ലാം കുഴപ്പമാണ് ശബരിമല ഉണ്ടാക്കിയത്. പോലീസിനെ ഉപയോഗിച്ച്, ചില ആളുകളെ ഉപയോഗിച്ച്, അവരുടെ പേരൊന്നും പറയുന്നത്, ശബരിമലയിൽ എന്തെല്ലാമാണ് കാണിച്ചത്. എന്നിട്ട് പറഞ്ഞു നവോത്ഥാനം സമിതി ഉണ്ടാക്കി. എന്നിട്ട് പറയും ആരെതിർത്താലും CPM അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞു. 2019 തോറ്റ് തൊപ്പിയിട്ടപ്പോ അവിടുത്തെ വീടുകളിൽ കയറി മാപ്പ് കൊടുത്തു, ഇല്ലേ? വീടുകളിൽ കയറി മാപ്പ് കൊടുത്തു. എന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്നൊരു കൃത്യമായിട്ടുള്ളൊരു സെന്റൻസ് പറഞ്ഞു. ഇതുവരെ പറഞ്ഞത് ന്യൂനപക്ഷ പ്രീണനം എന്നാണ്, ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനം എന്നാണ് പറയുന്നത്. കറക്റ്റാണ്. പാർലമെന്റ്, ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ വരെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി കിട്ടിയപ്പോ കുറെ നാളായി ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM വെച്ചേക്കുന്ന ആളാ പറയാണ്, സംഘപരിവാറിനെ കൂടി ക്ഷണിക്കും, പ്രത്യേക പരവതാനി വിരിച്ചു കൊടുക്കണം അയ്യപ്പ സംഗമത്തിന്, സംഘപരിവാറിന്. രണ്ടുപേരും കൂടെ ഒരുമിച്ചാണല്ലോ ഇപ്പൊ ഏർപ്പാട്. അപ്പൊ സംഘപരിവാറിനെ താലോലിക്കാനും ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിയെടുക്കാനും വേണ്ടി അയ്യപ്പന്റെ പേരിൽ നടത്തുന്ന പരിപാടിയാണ്. പിന്നെ ഒരു ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയപ്പോ ഞാനും അതിന്റെ ഉപരക്ഷാധികാരിയാണെന്ന് പറഞ്ഞ് കണ്ടിരിച്ചു. എന്റെ അനുവാദമില്ല, ഞാനില്ല, ഞങ്ങളില്ല. അതില്ല, ഈ തട്ടിപ്പ് ഇവര് നടത്തുമ്പോ, ഈ വിശ്വാസവഞ്ചന ഇവര് കാണിക്കുമ്പോ, അന്നത്തെ കേസുകളിൽ എല്ലാവരെയും വിഡ്രോ ചെയ്യുന്ന പറഞ്ഞ കേസ് ഇപ്പോഴും ആളുകൾ കോടതി കയറി ഇറങ്ങി നടക്കുക. അന്നത്തെ കേസുകളിൽ അസംബ്ലിയിൽ പറഞ്ഞാണ് പിൻവലിക്കുന്നു. മുഖ്യമന്ത്രി പിൻവലിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞത് പ്രവർത്തിക്കുന്നില്ല, തോന്നിയതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സർക്കാർ പ്രതിക്കൂട്ടില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും ഞാൻ ഈ പറയുന്ന ആളുകളും എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ അത് കാണുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ഉയരുമ്പോഴാണ് കോൺഗ്രസ് ചെയ്തത് എന്താണ് എന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ചെയ്തത് എന്തെല്ലാം ഒഴിവുകഴിവുകൾ പറയാമായിരുന്നു, എന്തെല്ലാം, ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇവരെ ഒന്നും ഒരു ചുക്കും CPM ചെയ്തില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് ചോദിച്ചോ നടപടിയെടുത്തു. ഇതാണ് ഞങ്ങൾക്ക് പറയാം. പറഞ്ഞപ്പോഴേ CPM-ൽ ഇപ്പൊ PCC ആണെങ്കിൽ തന്നെ പാർട്ടിയിൽ നിന്ന് 10-15 വർഷം പുറത്തു നിൽക്കേണ്ടി വന്നു. PK ശശിക്കാണെങ്കിൽ പിന്നീട് മത്സരിക്കാൻ അവസരം കൊടുത്തില്ല, പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു നടപടിയാണോ രാഹുലിനെതിരെ വന്നിരിക്കുന്നത്? അങ്ങനെയൊന്നും പുറത്തൊന്നും നിർത്തിയിട്ടില്ല. അദ്ദേഹം എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഈ ആരോപണം പുറത്തുപോയത്, ആരോപണം ഉന്നയിച്ച ആളാണ്. പുറത്തുപോയത് സൈഡ് ലൈനായി പോയത് ആരോപണം ഉന്നയിച്ച ആൾ. അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം വന്നയാൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ്. ആ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അമിതാധികാര ശക്തിയുള്ള ആളായി അവിടെ ഇരിക്കുകയാണ്. മനസ്സിലായില്ല? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തിരക്ക് പിടിക്കണ്ട. ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും. CPM-ഉം BJP-കാരോട് ഞാൻ പറഞ്ഞു, ആ കാളെ അയച്ചുവിടല്ലേ, കാളെ കൊടുക്കല്ലേ, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടണം എന്ന് പറഞ്ഞു. പ്രാവശ്യം വന്നല്ലോ, ഒരാവശ്യം വന്നല്ലോ കാളയെ കൊണ്ട്. ഒരാവശ്യം വന്നില്ലേ ഇപ്പോ കാളയെ കൊണ്ട്? കാള ഇനി ആവശ്യം വരും. കാളയായിട്ട് ഇറങ്ങിയപ്പോ ആ കാളയെ ആവശ്യം വരിക. കാള എങ്ങോട്ടാണ് കൊണ്ടുപോകണ്ടേ എന്ന് വിചാരിച്ചാൽ മതി. അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും. ഞാൻ ബോംബെന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങളാണ് ബോംബെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞത് CPM സൂക്ഷിക്കണം, BJP കാളയെ അടിച്ചുവിടരുത്, കാളയെ സൂക്ഷിക്കണം. ഇത് രണ്ടുമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, അത് എല്ലാവരും വിശദീകരിക്കട്ടെ, BJP നേതൃത്വമൊക്കെ വിശദീകരിക്കട്ടെ. ഒരു ആരോപണം വന്നിരിക്കുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ചു. പക്ഷെ ആ സ്ത്രീ ആരാണ് എന്ന ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അത് ശരിയാണെന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ. BJP നേതൃത്വം പറയട്ടെ, ഒരു സ്ത്രീയുടെ പരാതിയിന്മേൽ എന്താ അവർ ചെയ്യാൻ പോകുന്നു പറയട്ടെ. രാജീവ് ചന്ദ്രശേഖർ
ഭയങ്കര പൊട്ടിത്തെറിയല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്. അപ്പൊ അദ്ദേഹം എന്താണ് നടപടി എടുക്കുന്നത് നോക്കട്ടെ, കാണാമല്ലോ. ജയിലിൽ കടന്നിട്ടുണ്ട്. ഒരു മാസം കാലം ഒഴിവിലുമായി. നിങ്ങൾക്ക് അതൊന്നും അത് അങ്ങനത്തെ കേസല്ല. എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞേക്കുന്നത് എന്താണെന്ന് കേട്ടു നിങ്ങൾ വായിക്കും. കോടതിയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു 22 ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്തു. ആ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് പറഞ്ഞത് എന്താണ് നിങ്ങളൊന്ന് വായിച്ചു. അത് വിധി വായിച്ചു. അല്ല, അതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് വിശദീകരണം നൽകിയതാണ്. എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാതിരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അതിൽ ചർച്ചയില്ല, ക്ലിയറായിട്ട് പറഞ്ഞു. ഇനി അതിലൊരു ചർച്ചയില്ല. അതിന്റെ വിധി കുറച്ച് പുറത്തു വരട്ടെ. കലമ്പൂല്ല എന്നൊന്നും കോടതി പറഞ്ഞു. കലമ്പൂല്ല. ഇപ്പോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഹൈക്കോടതി തുടർച്ചയായിട്ട് ഒരു കേസ് എന്റർടൈൻ ചെയ്യുന്നില്ല, ഒരു കേസും പരിശോധിക്കുന്നില്ല. അത് കോടതിയുടെ പുതിയ ഇതാണ്. അതുകൊണ്ട് ഇത് ഇല്ലാതാവില്ലല്ലോ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് ക്യാമറയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്. അല്ലല്ല, അത് വിധി വന്നിട്ടില്ലല്ലോ, പുറത്തു വന്നിട്ടില്ല, പരാമർശം മാത്രമേ വന്നിട്ടുള്ളൂ. നോക്കട്ടെ, വിധി പരിശോധിക്കട്ടെ, വിധി പരിശോധിച്ചിട്ട് പറയാം. അതുകൊണ്ട് അത് ഇല്ലാതാവുന്നില്ലല്ലോ. എല്ലാവർക്കും അറിയാവുന്ന കേസല്ലേ. ഇഷ്ടമുള്ള കമ്പനിക്ക് കൊടുത്ത് ഇഷ്ടക്കാരെ വെച്ച് അത് നടത്തിയല്ലേ, എല്ലാവർക്കും അറിയാം. അതെങ്ങനെയാണ് അല്ലേ? അത് വരട്ടെ, വിശദാംശങ്ങൾ വരട്ടെ, വിശദാംശങ്ങൾ വരട്ടെ. നിങ്ങളെത്തിനെ തുള്ളുന്നത് വിശദാംശങ്ങൾ വരട്ടെ. ഞാൻ മുഖ്യമന്ത്രിയെ പോലെ ഒളിച്ചോടുന്ന ആളല്ലല്ലോ. അപ്പൊ തന്നെ എത്ര ചോദ്യത്തിനായി മറുപടി വരുന്നത്. ഇന്ന് അദ്ദേഹം എത്ര ചോദ്യത്തിന് രാവിലെ മറുപടി പറഞ്ഞു. അല്ല 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 പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകണ്ടേ. ഞാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രകോപിതനായത്. ഞാൻ എന്താണ് പ്രകോപിതനായത്? ഞാനെന്താ പ്രകോപിതനായത്? ഏത് തരത്തിലെ ഇതൊക്കെ പറയാൻ ആരാണ് ഈ പറഞ്ഞത്? മാധ്യമങ്ങളോട് ഞാൻ പ്രകോപിതനായ, നിങ്ങളോട് ആരുടെയും ഞാൻ ദേഷ്യപ്പെട്ടു. നിങ്ങൾ ഒരേ ചോദ്യം 3 പ്രാവശ്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചോദിക്കല്ലേ, ഒരേ ചോദ്യമാണെന്ന്. നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ വല്ലതും പറഞ്ഞു. ഞാൻ എല്ലാത്തിനും മറുപടി പറയല്ലേ, എല്ലാത്തിനും മറുപടി പറയല്ലേ. എന്നിട്ട് എനിക്ക് ഉപദേശം പ്രകോപിതരാവല്ലേ. നിങ്ങൾ ആരെങ്കിലും കയറി ശക്തമായ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാറില്ലേ ക്ലിയർ ചെയ്യാൻ? അത് എന്നെ എനിക്ക് ഉപദേശിക്കുക, എന്നെ ഉപദേശിക്കുക. ഞാൻ നിങ്ങളോട് ആരും ദേഷ്യപ്പെടാറില്ലല്ലോ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അടഞ്ഞ അധ്യായമായോ? അത് ഞങ്ങളത് ക്ലോസ് ചെയ്തല്ലോ. ഞങ്ങൾ പാർട്ടി ക്ലോസ് ചെയ്തു. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള മുഴുവൻ വിശദീകരണം ഞങ്ങൾ നൽകി. പിന്നെ വേറെ ആരെങ്കിലും ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് അതിന്റെ പുറകെ പോവാം. നിങ്ങൾ CPM-നോടല്ലേ ചോദിക്കേണ്ടത്. അവരിത് ചെയ്തില്ലേ, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കണ്ടേ? എന്ത് ചെയ്തെന്ന് ചോദിക്കണ്ടേ? അവരൊക്കെ അതാത് സ്ഥാനങ്ങളിൽ, സുപ്രധാനമായ സ്ഥാനങ്ങളിൽ, താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ്. താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കട്ടെ. അതൊക്കെ ഈ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ട് അത് വേണ്ട നടപടി ചെയ്യും. അതിനെന്താ കോടതി, ഞാൻ പറഞ്ഞില്ലേ, കോടതി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന് ഇപ്പൊ പരിഗണിക്കുന്നില്ല. പണ്ട് കോടതി ഹൈക്കോടതി ഗൗരവമായി പരിഗണിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. അതല്ല, അവരത് പരിഗണിക്കുന്നില്ല. അവരത് വേറെ ബോഡിയിൽ പോകണം എന്നുള്ള ലൈനിലാണ് പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്രമല്ല, ഇതുപോലത്തെ ഒരു കേസ് കൊടുത്തിട്ട് എത്ര നാളാണ് ഇത് പെൻഡിങ് കിടന്നത്? ഒരു താല്പര്യമില്ല കോടതിക്ക്, താല്പര്യമില്ല അത് പരിശോധിക്കാൻ. ഒരു താല്പര്യമില്ല കോടതിക്ക്. അല്ല, അതൊക്കെ നോക്കിയാൽ മതി. നല്ല ഫയലാണ്, അത് നോക്കിയാൽ മതി. വായിച്ചാലല്ല, അതായിരിക്കും അങ്ങനെ പറഞ്ഞത്. അത് നല്ല തെളിവുകളാണ്, എല്ലാ എവിഡൻസും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഓരോ കോടതിയുടെ പ്രശ്നമല്ലേ, ഒന്നും അവസാന വാക്കല്ലല്ലോ. വായിച്ചു നോക്കി കാണത്തില്ല മുഴുവൻ. ചോദിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഈ വനിതാ MLA-മാരടക്കം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സമയം പോലും വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും